പാലക്കാട് രാമനാഥപുരം NSS കരയോഗം കുടുംബസംഗമം 2026 താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK മേനോൻ ഉദ്ഘാടനം ചെയ്തു. കരയോഗം പ്രസിഡന്റ് CK ഉല്ലാസ് കുമാർ അധ്യക്ഷത വഹിച്ചു. കരയോഗം സെക്രട്ടറി ഹരിദാസ് മച്ചിങ്കൽ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ സുനിൽ മേനോൻ വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു. താലൂക്ക് യൂണിയൻ സെക്രട്ടറി N കൃഷ്ണകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. താലൂക്ക് യൂണിയൻ വൈസ് പ്രസിഡന്റ് K ശിവാനന്ദൻ, ഭരണസമിതി അംഗങ്ങളായ P സന്തോഷ് കുമാർ, R ബാബു സുരേഷ്, ശ്രീകുമാർ, രമേഷ് അല്ലത്ത്, പ്രതിനിധി സഭാ അംഗം R സുകേഷ് മേനോൻ, താലൂക്ക് യൂണിയൻ വനിതാ സമാജം പ്രസിഡന്റ് ബേബി ശ്രീകല എന്നിവർ ആശംസകൾ അർപ്പിച്ച് പ്രസംഗിച്ചു. കരയോഗം വനിതാ സമാജം സെക്രട്ടറി ശൈലജ ഉല്ലാസ് യോഗത്തിൽ സ്വാഗതം പറഞ്ഞു. പ്രസിഡന്റ് ശാലിനി സന്തോഷ് നന്ദി പ്രകാശിപ്പിച്ചു. ചടങ്ങിൽ ശതാബ്ദികരായ കരയോഗ അംഗങ്ങളെയും ദാമ്പത്യ ജീവിതത്തിൽ 50 വർഷം പൂർത്തിയാക്കിയവരെയും വിദ്യാഭ്യാസ, കലാ, കായിക രംഗത്ത് വിജയം കൈവരിച്ചവരെയും ആദരിച്ചു. തുടർന്ന് ശ്രീരാഗം മ്യൂസിക്കിൻ്റെ ഗാനമേളയും കരയോഗങ്ങളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. ഇന്ന് ആർക്കും നേരമില്ല. കാരണം അവർക്ക് ഒരു ഉദ്യോഗം ഉണ്ടെങ്കിൽ മാത്രമല്ല, അല്ലെങ്കിലും ഒരുപാട് കാര്യങ്ങൾ പ്രവർത്തിയിൽ അതിൻ്റെ ഇടയിൽപ്പെട്ടവർക്ക് സമയം കിട്ടാതായി പോകുന്നു. അവരാരെ കുറ്റം കൊണ്ട് ഒരു കാര്യമില്ല. ആ അവസരത്തിൽ ഇത്തരത്തിലുള്ള കുടുംബസംഗമം സംഘടിപ്പിക്കുന്നതിലൂടെ ആ പല കാര്യങ്ങളും നമുക്ക് നേടിയെടുക്കാൻ കഴിയും. അത് NSS കരയോഗത്തിന്റെ കുടുംബസംഗമത്തിലേക്ക് പങ്കെടുക്കാൻ സാധിച്ചുള്ള സന്തോഷം രേഖപ്പെടുത്തുകയാണ്. ഉദ്ഘാടക പ്രസംഗത്തിൽ മേനോൻ സാർ സൂചിപ്പിച്ച പോലെ മറ്റ് കരയോഗങ്ങളിൽ നിന്ന് വിഭിന്നമായി ഒട്ടനവധി നൂതനമായ ആശയങ്ങൾ കൊണ്ടുവരികയും ആ നൂതനമായ ആശയങ്ങൾ പ്രാവർത്തികമാക്കുകയും അത് തുടർന്നും യാതൊരു വൈഷമ്യങ്ങളും ഇല്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു കരയോഗമാണ് രാമനാഥപുരം കരയോഗം എന്ന് പറയാൻ ഞാൻ ഈ അവസരം ആഗ്രഹിക്കുന്നു. ഓണക്കെട്ട് വിതരണവും ഓണസദ്യയും, എനിക്ക് ഓണസദ്യ കൊടുക്കുന്ന മറ്റ് കരയോഗങ്ങൾ പാലക്കാട് താലൂക്ക് യൂണിയനില്ല. അപ്പോൾ തീർച്ചയായും അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന നായർ സർവീസ് സൊസൈറ്റി എന്താണ് ആഗ്രഹിക്കുന്നത് ആ ദിശയിലൂടെ സഞ്ചരിക്കുന്ന ഒരു കരയോഗത്തിന്റെ മെമ്പർമാരാണ് നിങ്ങൾ എന്നുള്ളതിന് അഭിമാനിക്കാം എന്നാണ് പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളോട് എനിക്ക് ആദ്യം പറയാനുള്ളത്. മറ്റൊന്നും ഇല്ലാതല്ല, മറ്റേതും ഇതുപോലെയാവില്ല. ടോപ്പ് ഇൻ ടൗൺ പാലക്കാട് സന്ദർശിക്കുക. ടോപ്പ് ഇൻ ടൗൺ. നാട്ടിലെ വാർത്താ സ്പന്ദനങ്ങൾ ഞങ്ങൾ ജനങ്ങളിലേക്കും അധികാരികളിലേക്കും എത്തിക്കുന്നു.